നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ KP പിൻഡോ, ഗതസമന ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പ്, മസ്കറ്റ്. നമ്മുടെ ജീവിതത്തിൽ അനേകമായ വിഷയങ്ങൾ, വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമ്മെ പല വിധത്തിലും ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിഹാസ വിഷയമാക്കുന്ന അനേക വിഷയങ്ങൾ, നിരവധി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഭക്തനായ ദാവീദ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. 25-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു: എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ച് പോകരുത്. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇവിടെ ഭക്തൻ പറയുകയാണ്: ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ദൈവമേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും. പലപ്പോഴും നമ്മൾ ലജ്ജിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ വിവിധ നിലയിൽ നമ്മളെ ലജ്ജിപ്പിക്കുവാൻ, തലതാഴ്ത്തുവാൻ, നാണം കെടുത്തുവാൻ വിവിധ നിലയിൽ ശത്രു അതിൻ്റെ പദ്ധതികൾ ഒരുക്കിയെടുക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ദൈവ പൈതലേ, ഇങ്ങനെ ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം: ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പലപ്പോഴും പല വിധത്തിലുള്ള വെല്ലുവിളികളും പല വിധത്തിലുള്ള പരിഹാസങ്ങളും നിന്ദകളും വരുമ്പോൾ നാം ഒരുപക്ഷെ ഇങ്ങനെ തളർന്നു പോകാറുണ്ട്. ലജ്ജിച്ചു പോകുമോ, നാണം കെട്ടു പോകുമോ, തകർന്നു പോകുമോ എന്ന് നാം പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നാം താളടിയായി പോകാതെ, ലജ്ജിച്ചു പോകാതെ, നമ്മുടെ തല ഉയർത്തി കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ഉയർന്നിരിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പല വിടുതലുകളുണ്ട്, പല അനുഗ്രഹങ്ങളുണ്ട്. ദൈവം നമ്മുടെ മേൽ പകർന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പൈതലെ, നമ്മളെ തകർക്കുവാൻ വിവിധ നിലയിൽ കരുക്കൾ ശത്രു ഒരുക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പകൽക്കാലം ആരംഭിക്കാം. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു കാലത്തും ലജ്ജിച്ച് പോകരുത്. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് ഭക്തൻ ഇവിടെ വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലെ, നമ്മെ വെറുതെ കാരണം കൂടാതെ, യാതൊരു വിഷയവും കൂടാതെ നമ്മൾ പരാജയപ്പെടുന്ന കാണുവാൻ, ലജ്ജിച്ചു പോകുന്ന കാണുവാൻ, നമ്മൾ തകർന്നു പോകുന്ന കാണുവാൻ ശത്രുവായ പിശാച് പല വിധത്തിലുള്ള കരുക്കൾ ഒരുക്കുമ്പോൾ, ഈ രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കരുത്. നിന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ഒരിക്കലും ജയം ഘോഷിക്കരുത്. കാൽവറി ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ നമുക്കിങ്ങനെ ധൈര്യത്തോടെ പോകാം. ദൈവം നമുക്ക് വിജയത്തിൻ്റെ കൊടി തരും. ദൈവം നമുക്ക് വിജയം തരും. ആകയാൽ കർത്താവിൽ നമുക്കേറെ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഈ പകൽ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.